നമസ്തേ. സിങ്ക്രോണിസിറ്റിയെക്കുറിച്ച് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യാദൃശ്ചികത എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എല്ലാത്തിൻ്റെ പുറകിലും കാര്യകാരണങ്ങളും അർത്ഥവുമുണ്ട് എന്നുള്ളത് ഞാൻ മുൻപുള്ള പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഹെർമെറ്റിക് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്, പരസ്പര പൂരകങ്ങളായിട്ട് കിടക്കുന്നത്. ദുഃഖമെന്ന് പറയുന്നത് വേറൊന്നും, സന്തോഷമെന്ന് പറയുന്നത് വേറൊന്നുമല്ല. രണ്ടും ഒരേ സ്കെയിലിൻ്റെ തന്നെ രണ്ട് എക്സ്ട്രീമാണ്. ഈ പറയുന്ന സുഖവും ദുഃഖവും, എന്തിനേറെ പറയുന്നു ചൂടും തണുപ്പും പോലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഒരേ പ്രശ്നത്തിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വീണ്ടും വീണ്ടും ഒരേ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ കിട്ടുന്നില്ല. നമ്മൾ എന്തൊക്കെയോ സയൻസ് കാണുന്നു, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ദീസ് റിപ്പീറ്റഡ് പാറ്റേൺസ് എന്ന് പറയുന്നത്, സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത് യാദൃശ്ചികമല്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇത് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. ആത്മീയ പാരമ്പര്യങ്ങളിലൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രാചീന ഭാരതീയ സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സങ്കല്പങ്ങൾ, അങ്ങനെ ലോകത്തിൻ്റെ പല പ്രാചീനമായിട്ടുള്ള സ്പിരിച്വൽ ട്രഡീഷൻസിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ സിങ്ക്രോണിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഒരേ തോൽവി തന്നെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വരുന്നു. ഒരേ പാഠം തന്നെ ജീവിതത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നു. ഒരാളെ പ്രണയിച്ചു, പരാജയപ്പെട്ടു, രണ്ടാമതൊരാളെ പ്രണയിച്ചു, പരാജയപ്പെട്ടു, മൂന്നാമത് വീണ്ടും പരാജയപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്താണ് പ്രപഞ്ചം നമ്മളുടെ അടുത്ത് ഈ അടയാളങ്ങൾ കാണിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രണയത്തിൻ്റെ കാര്യം മാത്രമല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പം പ്രപഞ്ചം അതിൽ നിന്ന് തടയുന്നു എന്നല്ല ഞാൻ പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ബേസിലുള്ള സിങ്ക്രോണിക് ആയിട്ടുള്ള സിഗ്നൽസ് പ്രപഞ്ചം നമ്മളിലേക്ക് തരുന്ന സമയത്ത് വൈ, അത് എന്തുകൊണ്ട്, എന്താണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ട്രാക്കിൽ നിന്ന് മാറിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ കറക്റ്റ് ട്രാക്കിൽ പോകുന്ന സമയത്ത് എനിക്ക് പ്രോത്സാഹനം പോലെയും ചിലപ്പം പ്രപഞ്ചം നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരും. ചിലപ്പം ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പക്ഷികളെ ആയിരിക്കും, മൃഗങ്ങളെ ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു ഫോൺ കോൾ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അടുത്തതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പല സമയത്തും ജീവിതത്തിൽ പല ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചില സമയത്ത് നമ്മൾ ഒരു വ്യക്തിയെ കണ്ടു, അയാളുമായിട്ട് ഇടപെട്ട് അതിൽ നിന്നുള്ളൊരു നെഗറ്റീവ് എഫക്റ്റ് കൊണ്ടായിരിക്കും നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ആദ്യം നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഇടപെട്ട ആ ഒരു വ്യക്തിയും ഈ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് എത്താനായിട്ട് കാരണക്കാരനോ കാരണക്കാരിയോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സോൾമേറ്റ് കണക്ഷൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ കാർമ്മിക ബന്ധങ്ങൾ, ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്തതായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോലും ഇത്തരത്തിലുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. ആൻഡ് ദീസ് മീറ്റിംഗ് എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ അല്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന പല ചെറിയ തീരുമാനങ്ങൾ, ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു ചിന്ത, ഒരു എഴുത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ഐഡിയ, ഈ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു 5 വർഷത്തിന് ശേഷമുള്ള ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അതിനെ സ്വാധീനിക്കുന്നത് എന്ന് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ വലുതായിട്ടുള്ള അവസ്ഥകളെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമാക്കുന്നത്. ചെറിയ തീരുമാനങ്ങൾ പോലും പലപ്പോഴും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ്. ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഒരുവൻ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു. ഏത് കോഴ്സിന് പഠിക്കണമെന്നുള്ള ആശങ്കയിൽ നിന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്ന് പറയുകയാണ്, ഇന്ന കോഴ്സ് എടുത്ത് നീ പഠിക്കൂ. അവൻ്റെ പറച്ചിലുകൊണ്ട് മാത്രം ആ കോഴ്സ് പോയി എടുത്തു. ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ റീസൺ എന്താണ്? ഈ സുഹൃത്തിൻ്റെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളുടെ അർത്ഥം നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടോക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും കൂടി ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ അവഗണിക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മളുടെ മുന്നിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 6 എന്ന് പറയുന്ന നമ്പർ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 666 ആയിക്കോട്ടെ, 6ൻ്റെ സിങ്ക്രോണിക് നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല സമയത്തും അത് കോൺഷ്യസ് ആയിട്ടല്ല, നമ്മുടെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം വരാനിരിക്കുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പാമ്പിനെ കാണുന്ന സമയത്ത്, ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കാണുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നതായിട്ട് പല സമയങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം സംഭവങ്ങൾ ഉണ്ടാകുന്നു, നമ്മളതിനെ ഓവർകം ചെയ്യുന്നു. ബട്ട്
ഒരു കാര്യം വരുന്നുണ്ട്, യു ഹാവ് ടു കോൺഷ്യസ് അബൌട്ട് ദാറ്റ്, അല്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ഒന്ന് ബോധത്തിലിരിക്കുക എന്ന് പ്രപഞ്ചം ഒന്ന് അക്നോളജ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള സിഗ്നൽസിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും അത്തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പങ്കുവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന പല സംഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റി എഴുതുന്നത് എന്നുള്ളതാണ്. ഈ യാദൃശ്ചികതയെക്കുറിച്ച് പറയുന്ന സമയത്ത് പണ്ട് എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ പല നടന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, അവർ ആക്സിഡൻ്റലി ആ മേഖലയിലേക്ക് എത്തുകയാണ്. സയൻറ്റിസ്റ്റുകൾ പോലും ഉണ്ട് അങ്ങനെ എന്നുള്ളതാണ്. സോ ആ യാദൃശ്ചികത അവരെ അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ യാദൃശ്ചികത വെറുമൊരു യാദൃശ്ചികതയല്ല എന്നുള്ളതാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതൊക്കെ വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. സോ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നാണ് പറയുന്നത്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ വലിയ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മേശയുടെ കാലിൻ്റെ മൂലയിൽ നിൽക്കുന്ന ഒരു ഉറുമ്പിനറിയത്തില്ല ഇത് ഇത്ര വലിയൊരു മേശയാണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഉറുമ്പ് കുറച്ചും കൂടെ ദൂരെ നിന്ന് കുറച്ചും കൂടി ഒന്ന് വളർന്നതിന് ശേഷം ബുദ്ധി വെച്ചിട്ട് ഇവോൾവ് ചെയ്തിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും സോ ഇതൊരു മേശയായിരുന്നല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളെയും പല വ്യക്തികളെയും ജീവിതത്തിനെ പോലും നോക്കിക്കാണുന്നത്. എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിന് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ സന്ദേശം ഇവിടെ തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.